ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 23 തിങ്കളാഴ്ചയാണ്. ഇറാൻ ഇസ്രായേൽ സംഘർഷം വീണ്ടും ശക്തമാകുന്നു. ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇറാനെതിരെ സൈനിക നടപടി വൈൻഡ് ഡൗൺ ചെയ്യാൻ അമേരിക്ക ആലോചിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ അതേസമയം ഇസ്രായേൽ ആക്രമണം തുടരും എന്നും വ്യക്തമാക്കി. ഇറാനിലെ പ്രധാനപ്പെട്ട ആണവ കേന്ദ്രമായ നതാൻസ് ന്യൂക്ലിയർ ഫെസിലിറ്റി ആക്രമിക്കപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് ഇറാനിൽ നിന്ന് പോയ ഒരു ബാലിസ്റ്റിക് മിസൈലുമായി ബന്ധപ്പെട്ടതാണ്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ഏകദേശം 2000 കിലോമീറ്റർ മാത്രം സഞ്ചരിക്കും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ എത്തിയത് 4000 കിലോമീറ്റർ അകലെയുള്ള ഡീഗോ ഗാർസിയ ദ്വീപിലേക്കാണ്. ഇറാൻ US ബ്രിട്ടീഷ് സൈനിക താവളമാണ് അവിടെ. എന്നാൽ ലക്ഷ്യസ്ഥാനം എത്തിയില്ലെങ്കിലും ഈ ബാലിസ്റ്റിക് മിസൈലിന്റെ കാര്യത്തിൽ വലിയ ചർച്ചയാണ് ഇപ്പോൾ വരുന്നത്. അതേസമയം ലോക വ്യാപാരത്തിന് നിർണായകമായ സ്ട്രെയിറ്റ് ഓഫ് ഹാർമൂസ് തുറക്കണമെന്ന് 22 രാജ്യങ്ങൾ ഇറാനോട് ആവശ്യപ്പെട്ടു. ഈ കടലിടുക്ക് അടഞ്ഞാൽ ആഗോള എനർജി മാർക്കറ്റിൽ വലിയ ആഘാതമുണ്ടാകുമെന്ന ആശങ്ക ഉയരുകയാണ്. ലോകവ്യാപകമായി വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ആ യുദ്ധം അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇന്ത്യയിലേക്ക് വന്നാൽ ഇന്ത്യയുടെ കോർ സെക്ടർ വളർച്ച മന്ദഗതിയിലായി തുടരുന്നു. ഡാറ്റ പുറത്തു വന്നിരുന്നു. 3 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലായിട്ടാണ് ഡാറ്റ പുറത്തു വന്നത്. ഫെബ്രുവരി മാസത്തിൽ കോർ സെക്ടർ വളർച്ച 2.3% കുറഞ്ഞു. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഇത് 3.4%. പോസിറ്റീവ് വളർച്ച കാണിച്ച സെക്ടറുകൾ നോക്കിക്കഴിഞ്ഞാൽ സിമൻറ്റ് 9.3%, സ്റ്റീൽ 7.2%, ഫെർട്ടിലൈസർ 3.4%, കോൾ 2.3%, വൈദ്യുതി 0.5% വളർച്ചയുമാണ് കൈവരിച്ചത്. ഇടിവ് നേരിട്ട സെക്ടറുകൾ നോക്കിക്കഴിഞ്ഞാൽ ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, റിഫൈനറി പ്രൊഡക്ട്സ് തുടങ്ങിയവയാണ്. ഇനി ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക്. 48 മണിക്കൂറിനുള്ളിൽ ഹോർമുസ് കടലെടുക്ക് പൂർണ്ണമായും തുറന്നില്ലെങ്കിൽ ഇറാന്റെ പവർ പ്ലാന്റുകളെല്ലാം ഇല്ലാതാക്കും എന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശനിയാഴ്ച വലിയൊരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഇതോടുകൂടി ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിൽ കോസ്പി മാർക്കറ്റ് 6%, ജപ്പാൻ മാർക്കറ്റ് നിക്കി 5% ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. യുദ്ധം 4ാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ S&P 500 തുടർച്ചയായിട്ടുള്ള 4ാമത്തെ ആഴ്ചയും നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. കൂടാതെ S&P 500 6 മാസത്തെ താഴ്ന്ന നിലയിലായിട്ടാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നതും. പക്ഷേ ഓയിൽ പ്രൈസുകൾ 3 ആഴ്ച കൊണ്ട് 40% നേട്ടമാണ് ഉണ്ടാക്കിയത്. ഓയിൽ പ്രൈസുകളിൽ ബ്രന്റ് ഫ്യൂച്ചേഴ്സ് $111 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. നിഫ്റ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ തോതിലുള്ള ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് തന്നെയാണ് ഇന്ന് നമുക്ക് സാധ്യത കാണുന്നത്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 40 മിനിറ്റാണ്. ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് 22,782 എന്ന നിലയിൽ 351 പോയിന്റ്സ് ഇടിഞ്ഞാണ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ നില വെച്ച് ഏകദേശം 330 പോയിന്റ്സിൻ്റെ ഒക്കെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് ഇന്ന് നിഫ്റ്റിയിൽ സാധ്യത കാണുന്നത്. ഇനി ഗോൾഡ് പ്രൈസിലേക്ക് വന്നാൽ 2011 ശേഷമുള്ള ഏറ്റവും വലിയൊരു വീക്ക്ലി ഫോളാണ് ഗോൾഡിൽ നമുക്ക് കഴിഞ്ഞ ആഴ്ച കാണാൻ കഴിഞ്ഞത്. ഏകദേശം 10% മുകളിൽ ഗോൾഡ് പ്രൈസുകൾ ഇടിഞ്ഞു. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 1,07,040 എന്ന നിലയിലാണ്. ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ ബിറ്റ് കോയിനിലും 4% ഇടിവാണ്. $67,000 ട്രേഡ് ചെയ്യുന്നു. നമ്മുടെ എല്ലാ ദിവസത്തെയും ഈ ഡെയിലി മാർക്കറ്റ് ന്യൂസ് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നുള്ള വാർത്തകൾ ശേഖരിച്ചാണ് നമ്മൾ ചെയ്യാറുള്ളത്. അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ട് ഇതിന് പിന്നിലുണ്ട്. പരമാവധി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടും കൂടി ഉണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാർക്കറ്റ് ന്യൂസ് സെഗ്മെന്റിൽ ഇന്ന് നമ്മൾ പറയുന്നത് മാർച്ചിൽ ഇന്ത്യയുടെ ഓഹരി വിപണിയിൽ വലിയ തിരിച്ചടി നേരിടുകയാണ്. മാർച്ചിൽ മാത്രം നിഫ്റ്റി ഇടിഞ്ഞത് ഏകദേശം 8% മുകളിലാണ്. അതായത് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഏകദേശം 88,180 കോടി രൂപയിലധികം ഈ മാസം വരെ പിൻവലിച്ചു കഴിഞ്ഞു. ഫെബ്രുവരിയിൽ കണ്ട ശക്തമായിട്ടുള്ള ഒരു നിക്ഷേപത്തിന് ശേഷമാണ് ഈ വലിയൊരു മാറ്റം വന്നിരിക്കുന്നത്. NSDL ഡാറ്റ പ്രകാരം മാർച്ച് 20 വരെ എല്ലാ ട്രേഡിംഗ് ദിവസങ്ങളിലും FPIs നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. ഇത് അടുത്ത കാലത്ത് കാണാത്ത തരത്തിലുള്ള സ്ഥിരമായിട്ടുള്ള സെല്ലിംഗ് സമ്മർദ്ദം തന്നെയാണ്. 2026 ഇതുവരെ FPIs ഔട്ട്ഫ്ലോ 1 ലക്ഷം കോടി രൂപ കവിഞ്ഞിട്ടുണ്ട്. ഈ വലിയ സെല്ലിങ്ങിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഗ്ലോബൽ ടെൻഷനുകൾ, വെസ്റ്റ് ഏഷ്യയിലെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷനുകൾ തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാരണമായി കാണുന്നത്. കൂടാതെ ഇതിനോടനുബന്ധമായിട്ട് ക്രൂഡ് ഓയിൽ വില $110 മുകളിലെത്തിയതും മറ്റൊരു കാരണമാണ്. ഇതുകൂടാതെയാണ് ഇന്ത്യൻ രൂപ ഡോളറിനെതിരെ 92 രൂപയിൽ ദുർബലമായി നിൽക്കുന്നത്. US ട്രഷറി ഈൽഡുകൾ ഉയരുകയാണ്. അതുകൊണ്ട് തന്നെ ഡോളർ അസറ്റുകൾ കൂടുതൽ ആകർഷകമാകുന്നു. ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള എമർജിംഗ് മാർക്കറ്റുകളിൽ നിന്നും പണം പുറത്തേക്ക് ഒഴുകാനുള്ള മറ്റൊരു കാരണം കൂടിയാണ്. ഇനി ഇതിൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോഴത്തെ ഈ സെല്ലിങ്ങിൽ തന്നെ കൂടുതലായിട്ട് ബാധിക്കപ്പെട്ടിരിക്കുന്ന സെക്ടർ ഏതാണ് എന്നാണ്.
സെക്ടറുകൾ നോക്കുമ്പോൾ ഫിനാൻഷ്യൽ സർവീസസ് മേഖല ഏറ്റവും കൂടുതൽ സമ്മർദ്ദത്തിലാണ്. ഏകദേശം 31,831 കോടി രൂപയുടെ ഷെയറുകളാണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് വിറ്റത്. ഇനിയിപ്പോഴത്തെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷനുകളെല്ലാം ഒന്ന് ശരിയായതിനു ശേഷം മാത്രമേ നമുക്ക് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു തിരിച്ചുവരവിനെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുകയുള്ളൂ. ഒരു ചോദ്യം ചോദിക്കട്ടെ, ട്രേഡിംഗ് ഒരു കരിയർ ആക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ? പക്ഷേ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും പരിമിതമായ അറിവ് കൊണ്ട്, സോഷ്യൽ മീഡിയ ടിപ്പുകൾ കൊണ്ടും ശരിയായ റിസ്ക് മാനേജ്മെൻറ്റ് ഇല്ലാത്തതും കൊണ്ട് നഷ്ടം സംഭവിക്കുന്നുണ്ടോ? ഇപ്പോഴിതാ സ്റ്റഡി നിഫ്റ്റി മലയാളം ബിഗിനേഴ്സിനായി ബേസിക് മുതൽ അഡ്വാൻസ്ഡ് വരെയുള്ള കോഴ്സ് ഏതാനും ദിവസങ്ങൾക്കകം ആരംഭിക്കാൻ പോവുകയാണ്. NISM ഇക്വിറ്റി ഡെറിവേറ്റീവ് ആൻഡ് റിസർച്ച് അനലിസ്റ്റിൻ്റെ ക്ലാസ്സുകളാണ് ഉണ്ടായിരിക്കുക. 10,000 രൂപയാണ് ഫീസായിട്ട് വരുന്നത്. NRIസിനും സൗകര്യപ്രദമായ സമയത്തായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാവരും നിങ്ങളുടെ സീറ്റുകൾ റിസർവ് ചെയ്യാൻ ശ്രമിക്കുക. ബന്ധപ്പെടേണ്ട നമ്പർ 7200822228. FID ആക്ടിവിറ്റിയിലേക്കാണ്. വെള്ളിയാഴ്ച FIS 5,518 കോടി രൂപയ്ക്കാണ് ക്യാഷ് മാർക്കറ്റിൽ സെല്ല് ചെയ്ത്. DIs ആവട്ടെ 5,706 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക്. 23,114 112 പോയിൻറ്റ്സ് ഉയർന്നാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയുടെ കഴിഞ്ഞ ആഴ്ചയിലെ വീക്ക്ലി ക്യാൻഡിൽ നമുക്ക് ആദ്യം നോക്കാം. ഒരു ഗ്രേവ് സ്റ്റോൺ ഡോജിക്ക് സമാനമായിട്ടുള്ള ഒരു ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺ ആണ് വീക്ക്ലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. ഈ ഒരു ഡോജി ക്യാൻഡിലിൻ്റെ ലോ ആയിട്ട് വരുന്നത് 23,932 ആണ്. കൂടാതെ ഡൗൺ സൈഡിലെ സപ്പോർട്ട് ട്രെൻഡ് ലൈനും പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ടുള്ള 22,923 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയൊരു ഫോൾ തന്നെ നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സോൺ വരെയൊക്കെ നിഫ്റ്റി വരാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇവിടെ നിന്നും ഒരു റിവേഴ്സലാണ് വരുന്നതെങ്കിൽ പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്സൈഡിലെ ഈ ഒരു സോണുമാണ്. ഇതൊക്കെയാണ് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളായി വരുന്നത്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 23,300 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 23,000 ബാങ്ക് നിഫ്റ്റിയിലേക്ക്. 53,427 24 പോയിൻറ്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റിയിലും നിഫ്റ്റിക്ക് സമാനമായിട്ടുള്ള ഒരു ക്യാൻഡിൽ തന്നെയാണ് ഫോം ആയിരിക്കുന്നത്. അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഫോള് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലും പ്രതീക്ഷിക്കാവുന്നതാണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 53,500 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 53,000 ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.